സ്ട്രെസ് 2 ടൈപ്സ് ഉണ്ട്. യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട്. അപ്പം എന്താണ് ഈ യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും, പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം? സ്ട്രെസ്സിൻ്റെ 2 ടൈപ്സ് ആണ് യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും എന്ന് പറയുന്നത്. യൂസ്ട്രെസ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. മീൻസ് ഇപ്പം ഒരാൾ സ്റ്റേജിൽ കയറി ഇരുന്ന് സംസാരിക്കുക, അത് കണക്കൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ നിൽക്കുന്ന പറയുക, പിന്നെ ചിലപ്പം ആർഗ്യുമെൻറ്റ്സിൽ സംസാരിക്കുക, ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഷോർട്ട് ലീവ്ഡ് പീരീഡാണ്. ഇത് ബോഡിക്ക് അധികം ഡാമേജസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവുകയാണ്. പിന്നെ ശരിക്കും ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ട്രെസ്സുമാണ്. ഇത് ബോഡിക്ക് അതേ കണക്ക് ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അതേ കണക്കിന് ഒരു ബ്രെയിനിനെയും പ്രിപ്പയർ ചെയ്യുവാണ്, എന്താ പറയുക, ഒരു നോർമലി സ്ട്രെസ്സ് വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് സ്ട്രെസ്സാണ്. ഇതിന് 2 ടൈപ്പ് ഉണ്ട്, അക്യൂട്ടും ക്രോണിക്കും ഉണ്ട്. ഇപ്പോൾ അക്യൂട്ട് എന്ന് പറയുമ്പം അത് എപ്പിസോഡിക്കാണ്. എന്താ പറഞ്ഞാൽ ഇപ്പം ഒരു സഡനായിട്ടുള്ള ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു എൻവറോൺമെൻറ്റ്, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളുടെ പോസിറ്റീവ് ഒരു എൻവറോൺമെൻറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. പക്ഷേ അടുത്ത ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ഒരു എഫക്റ്റ് തന്നെയാണ് ബോഡിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും അബ്യൂസ് കാരണം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗ്ലക്റ്റ് കാരണം, അല്ലെങ്കിൽ ബുള്ളിങ്, ഇങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സ് കാരണമാണ് ഈ ക്രോണിക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഒരു ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉണ്ടാവും.